ഒരു മുംബൈയിലാണെങ്കിൽ കുറ്റം സമ്മതിച്ച നമ്മുടെ റീത്ത ജയിലിലേക്ക്. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, റീത്തയ്ക്ക് കുറ്റം സമ്മതിക്കേണ്ടി വരികയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. അതായത് എൽസമ്മയെ കുത്തിക്കെട്ടി ആരുടെ അടുത്തേക്ക്? സ്റ്റാലിൻ്റെ അടുത്തേക്ക് വിടുന്ന റീത്ത തിരിച്ചറിയുന്നില്ല. അതായത് ഒരുപാട് തനിക്കെതിരെ പണികൾ വരുന്നുണ്ട് എന്ന്. അതൊന്നും ചിന്തിക്കാതെയാണ് നമ്മുടെ റീത്ത എന്ത് ചെയ്യുന്നത്? എൽസമ്മയെ പറഞ്ഞയക്കുന്നത് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന് മുൻപ് തന്നെ നമ്മുടെ പള്ളിയിൽ അച്ഛനുമായിട്ട് ഇന്നൊരു ചർച്ച നടക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് അച്ഛൻ സ്റ്റാലിനുമായിട്ട് ഒരു സന്ധി സംഭാഷണം നടത്തുന്നുണ്ട് ഫോണിലൂടെ. ഇതേ സമയം നമ്മുടെ അച്ഛൻ്റെ അടുത്ത് സ്റ്റാലിൻ പറയുന്നുണ്ട്, തൻ്റെ മകളെ താൻ ഒരു കാരണവശാലും ഒഴിവാക്കാനോ തള്ളിക്കളയാനോ ഇല്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അച്ഛനല്ല ആര് തന്നെ പറഞ്ഞാലും ഇനി അതിൽ ഒരു മാറ്റവുമില്ല എന്ന് പറയുന്നു. തൻ്റെ പപ്പ, അതായത് തൻ്റെ അപ്പച്ചൻ അവളെ അംഗീകരിച്ചു. ഇതിൽ കൂടുതൽ എനിക്ക് ഒന്നും ആവശ്യമില്ല എന്നും സ്റ്റാൻലി പറഞ്ഞു വെക്കുകയാണ്. അപ്പോഴാണെങ്കിൽ നമ്മുടെ അച്ഛനാണെങ്കിൽ, എടാ നീ നിൻ്റെ ഭാര്യയും മക്കളെയും ഒന്ന് ഓർക്കായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ ഭാര്യയും മക്കളുമോ? അവർക്ക് എന്നെ എന്നെങ്കിലും ആവശ്യമുണ്ടായോ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. അവരെന്നെ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയും. അതായത് അവർ അവരുടെ താല്പര്യങ്ങൾക്കും അവരുടെ ഇഷ്ടങ്ങൾക്കും അവരുടെ പ്രാധാന്യങ്ങൾക്കും മൂല്യം കൽപ്പിച്ച് പോയവരല്ലേ. ഈ കുടിയനായ പപ്പയെന്ന് മുദ്രകുത്തി എൻ്റെ മക്കൾ എന്നെ ഉപേക്ഷിച്ചതല്ലേ. അപ്പോൾ പിന്നെ എൻ്റെ കാര്യത്തിൽ എന്തിനാണ് ഇത്ര വ്യാകുലരാകുന്നത്? എന്തിനാണ് അവർ ഇത്ര ചിന്തിക്കുന്നത്? എന്താ എൻ്റെ സ്വത്തിന് വേണ്ടിയാണോ എന്ന് ചോദിക്കുകയാണ്. ആ റീത്താമ്മ സ്വത്തിൻ്റെ കാര്യം അച്ഛനോട് പറഞ്ഞിട്ടല്ലേ അച്ഛനിപ്പോൾ തന്നെ വിളിച്ചത് എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ എൻ്റെ പൊന്ന് സ്റ്റാലി, അവരത് പറഞ്ഞു എന്ന് സത്യമാണ്. പക്ഷേ നിൻ്റെ മനസ്സിലുള്ളത് എന്താണെന്നറിയാൻ വേണ്ടിയാണ് താൻ ഈ ഫോൺ ചെയ്തതെന്ന് പറയുന്നു. തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഒരു സന്ധി സംഭാഷണത്തിലൂടെ ഈ പ്രശ്നം പരിഹരിച്ച് പോവുകയാണെങ്കിൽ പോകട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ് എന്ന് പറയുമ്പോൾ, ഈ കാര്യത്തിൽ യാതൊരു സന്ധി സംഭാഷണമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നും എൻ്റെ മോളെ ഞാൻ ഒരിക്കലും വിട്ട് കൊടുക്കില്ല എന്നും പറയുന്നത് കാണാം. ആര് വന്നാലും എന്തു വന്നാലും ഇവിടെയൊന്നും സംഭവിക്കില്ല എന്ന് പറയുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ റീത്തയെ അച്ഛൻ ഇത് പറയുന്നുണ്ട്. സ്റ്റാലിന് അവൻ്റെ മോളെ വിട്ടുകളയാൻ പറ്റില്ല എന്ന് തന്നെ ഉറച്ച തീരുമാനമാണ് അവൻ പറയുന്നത് എന്ന് പറയുകയാണ്. ഇതേ സമയം അച്ഛൻ പറഞ്ഞിട്ടും കാര്യങ്ങൾ അങ്ങനെ തന്നെയാണോ എന്ന് റീത്ത ചോദിക്കുന്നു. അതെ എന്ന് പറയുന്നു. ഞാനല്ല, ആര് പറഞ്ഞാലും അവൻ കേൾക്കില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അവൻ അവളുടെ കാര്യത്തിൽ, അവൻ്റെ മകളുടെ കാര്യത്തിൽ കടുത്ത തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് എന്ന് പറയുന്നു. ഒരു അപ്പൻ ശരിക്കും അങ്ങനെ തന്നെയല്ലേ എന്ന് ചോദിക്കുന്നതും കാണാൻ കഴിയുന്നുണ്ട്. അതിലിപ്പോൾ ഞാൻ എന്ത് പറയാനാണ്? എനിക്ക് യാതൊന്നും പറയാനുമില്ല എന്ന് അച്ഛൻ പറയാണ്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഒരു അഭിമുഖ ചർച്ചയ്ക്കുള്ള വഴി ഞാൻ ഒരുക്കി തരാമെന്ന് പറയുന്നതും കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയം റീത്ത പറയുന്നുണ്ട്, എങ്കിൽ അച്ഛൻ അത് ചെയ്യൂ, ഞാൻ എൽസമ്മയുമായിട്ട് വരാമെന്ന് പറയുകയാണ്. ഒടുവിൽ ആ ചർച്ചയ്ക്കുള്ള സമയമാവുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നു. തുടർന്ന് നമ്മുടെ റീത്തയും എൽസമ്മയും
പിന്നെ അച്ഛനും അവിടേക്ക് കടന്നു വരികയാണ്. അവരുടെ കുറച്ച് ബന്ധുക്കൾ, അതായത് സഹോദരങ്ങളും വരുന്നുണ്ട് എന്ന് കാണാൻ കഴിയുന്നു. അവിടെ വലിയൊരു ചർച്ച തന്നെ നടക്കുന്നുണ്ട്. പൗലോസിനും മറ്റേ ഡ്രൈവർക്കും വളരെയധികം സന്തോഷമാണ്. ഇന്നത്തോടെ അവരുടെ ശല്യം തീരുമെന്ന് അവർ വിചാരിക്കുകയാണ് എന്ന് കാണാം. ഇതേ സമയം അവരെ ഞെട്ടിച്ചുകൊണ്ടാണ് പ്രേക്ഷകരെ ഒരു പ്രത്യേക ടെസ്റ്റ് നടക്കുന്നത് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് അലീനയാണെങ്കിൽ എൽസമ്മയോട് പൊട്ടിത്തെറിക്കുകയാണ്. എൽസമ്മയോട് പറയുകയാണ്, എൻ്റെ സഹോദരി ടെസയെ ചികിത്സിക്കാൻ നിങ്ങൾക്കൊരുപാട് പണം തന്നില്ലേ പപ്പ? എന്നിട്ട് നിങ്ങൾ ആ പണം വെച്ച് എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾ അവളെ ചികിത്സിച്ചോ എന്ന് ചോദിക്കുന്നു. ഇതേ സമയം എൽസമ്മയ്ക്ക് നേരെയും ഈ ചോദ്യം ആവർത്തിക്കുന്നു. നിങ്ങൾക്ക് പപ്പ പണം കൊടുത്തത് അറിയാമോ? നിങ്ങളോട് പറഞ്ഞോ എന്ന് ചോദിക്കുന്നു. അപ്പോഴാണെങ്കിൽ എൽസമ്മ ഞെട്ടി നിൽക്കാണ്. എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് എന്ന് കാണാം. ഇതേ സമയമാണെങ്കിൽ പപ്പ പരമാവധി പൈസ കൊടുത്തിട്ടുണ്ടെന്നും ചികിത്സിക്കാൻ എന്ന പേരിൽ ഒരുപാട് പണം ഈ റീത്ത വാങ്ങിയിട്ടുണ്ടെന്നും ആര് പറയുന്നു? നമ്മുടെ അലീന പറയുന്നു. തുടർന്ന് സ്റ്റാൻലി പറഞ്ഞു വെക്കുന്നുണ്ട്, ഇത് തന്നെയാണ് പണ്ടും സംഭവിച്ചത്. അതായത് നീ നിൻ്റെ ചേച്ചിയുടെ കൂടെ പോയി തന്നെ ഉപേക്ഷിച്ച് അവരുടെ വാക്ക് കേട്ട് അവർ ഇപ്പോൾ തന്നെ നിൻ്റെ പേരും പറഞ്ഞ് എൻ്റെ മക്കളുടെ പേരും പറഞ്ഞ് ഒരുപാട് കാശ് എന്നിൽ നിന്നും കൈപ്പറ്റിയിട്ടുണ്ട്. ഇത് വല്ലതും നീ അറിയുന്നുണ്ടോ? മാസാമാസം ലക്ഷത്തിൽ മേലെ രൂപ ഞാൻ അവർക്ക് ഇട്ട് കൊടുക്കുന്നുമുണ്ട്. അത് നീ അറിയുന്നുണ്ടോ എന്ന് പറയുന്നു. അവർക്ക് ആർഭാടമായി ജീവിക്കാൻ അവർ നിന്നെ ഉപയോഗിക്കുകയാണ് എന്ന് സ്റ്റാൻലി പറഞ്ഞു വയ്ക്കുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അത് വല്ലതും നിനക്ക് മനസ്സിലാകുന്നുണ്ടോ എൻ്റെ എൽസമ്മയെ എന്ന് ആര് ചോദിക്കുന്നു? നമ്മുടെ സ്റ്റാൻലി ചോദിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ റീത്തയുടെ കള്ളത്തരങ്ങൾ ഓരോന്നായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ അലീനയാണെങ്കിൽ പോലീസിനെ വിളിക്കുകയാണെന്ന് കാണാം. ഒരുപാട് തിരിമറിയും കള്ളത്തരവും ചെയ്ത റീത്തയെ പോലീസിൽ ഏൽപ്പിക്കണമെന്ന ചിന്താഗതിയുള്ള ഒരാളാണ് അലീന എന്നും കാണാം. ഒടുവിൽ പോലീസ് വരികയും റീത്താമ്മയെ കൊണ്ടുപോവുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കും. അവർ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ.